കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മെഗാ നറുക്കെടുപ്പും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കാടാമ്പുഴ 2 സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടനാ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ അധ്യക്ഷനുമായ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് കാടാമ്പുഴ യൂണിറ്റ്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ കാടാമ്പുഴ യൂണിറ്റ് ഇപ്പം ഇവിടെ നറുക്കെടുപ്പ് നടക്കുന്നു, സമ്മാനങ്ങൾ വിതരണം നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും പലയിടത്തും വിജയിക്കാറില്ല, സമ്മാന പദ്ധതികൾ വിജയിക്കാറില്ല. അങ്ങനെ കച്ചവടക്കാർ എന്നുള്ള നിലയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു സമ്മാനം കൊടുക്കണമെന്നുള്ള നിലയിലുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ ആ പരിപാടി നടത്തിയിട്ടും ഇവിടെ വിജയിപ്പിച്ചു. അത് വിജയിപ്പിച്ചു എന്നല്ല, അത് വിജയിച്ചത് കൊണ്ട് വേറെ കുറേ കുടുംബങ്ങളെ അവരെ ആ കുടുംബത്തിനെ സഹായിക്കുന്ന കൂടി ഈ പദ്ധതിയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതാണ് ഇരട്ടി മധുരം എന്ന് ഞാൻ പറയാൻ കാരണം. അതുകൂടാതെ ഇന്നിവിടെ വളരെ പ്രധാനമുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെയും മുതിർന്ന വ്യാപാരികളെയും മുതിർന്ന തൊഴിലാളികളെയും അതേപോലെ നമ്മുടെ SSLC +2 വിജയിച്ച വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ഒക്കെ മക്കളെ ആദരിക്കുകയും എണ്ണാ തീരാത്ത എത്ര കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടത്തുന്നുണ്ട്. കാടാമ്പുഴ യൂണിറ്റ് ജനറൽ സെക്രട്ടറി KPA ജമാലുദ്ദീൻ സ്വാഗതം പറഞ്ഞു. കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2024 മെഗാ നറുക്കെടുപ്പും അതിനോടനുബന്ധിച്ചുള്ള കുടുംബമേളയും പ്രമുഖ വ്യക്തിത്വങ്ങളെയും വ്യാപാരികളെയും അതുപോലെ തന്നെ സർക്കാരുടെ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങിലാണ് ഇന്ന് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. കാടാമ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലും അതിനോടനുബന്ധിച്ചുള്ള കുടുംബ സംഗമവും. കാടാമ്പുഴയിലെ കച്ചവടക്കാരുടെ, ഞങ്ങളുടെ കണ്ണിലുണിയായ ഉപഭോക്താക്കളുടെ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. PP ബഷീർ അധ്യക്ഷനായി. ഇന്നിവിടെ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് 6 കുടുംബങ്ങളെ സഹായിക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രമുഖരായ 3 വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. പഴയ കച്ചവടക്കാരെ ആദരിക്കുന്നുണ്ട്. ഷോപ്പ് ജീവനക്കാർ, ഒരുപാട് കാലം കാടാമ്പുഴയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ജീവനക്കാരെ ആദരിക്കുന്നുണ്ട്. വ്യാപാരികളുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിലും മറ്റ് പൊതുപരീക്ഷകളിലും വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്നുണ്ട്. തൊഴിലാളികളെയും ഡ്രൈവർമാരെയും ആദരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ പുതിയ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. അൽദാൻ കുബൂസ് MD, തൈർ സിദ്ദിഖ്, കാടാമ്പുഴ മൂസ ഹാജി, KC കുഞ്ഞുട്ടി എന്നിവരെ ആദരിച്ചു. നിങ്ങൾ ഇത്രയും ദിവസം നമ്മൾക്ക് വേണ്ടിയിട്ട് അത് പ്രചരിപ്പിച്ചു. നിങ്ങളാണ് നമ്മുടെ ശക്തി. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും ബിസിനസ്സിൽ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം മറക്കുക. എല്ലാം ഇതുപോലുള്ള ഒരു വർഷത്തിൽ നമ്മളെല്ലാവരും ഒന്ന് സംബന്ധിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് പലരും തരണം ചെയ്യേണ്ടി വരും. പല രീതിയിലും ഒരു ബിസിനസ്സുകാരന് അത് എന്നുള്ളതാണ്. അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പല രീതിയിലും. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ബിസിനസ്സുകാരന് എപ്പോഴും വേണ്ടത് ഒരു ചിരിച്ച മുഖമാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമല്ലോ, അതാണ് വേണ്ടത്. പുളിക്കൽ ഷറഫുദ്ദീൻ ഉപഹാരം നൽകി. കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് 6 കുടുംബങ്ങൾക്ക് സഹായം നൽകി. കാടാമ്പുഴയിലെ മുതിർന്ന വ്യാപാരികൾ, ഡ്രൈവർമാർ, വ്യാപാര സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾ, ചുമട്ടുതൊഴിലാളികൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു.
വിവിധ പരീക്ഷകളിൽ വിജയിച്ച വ്യാപാരികളുടെയും സ്റ്റാഫുകളുടെയും മക്കളെ അനുമോദിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ ഉപഭോക്താക്കൾക്ക് നൽകി 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ പോപ്പുലർ ട്രേഡേഴ്സ്, ടോപ്പ് ലേഡി ടെക്സ്റ്റൈൽസ്, ലാൻസി സിൽക്സ് എന്നീ സ്ഥാപനങ്ങൾക്ക് മൊമൻറ്റോകളും കൈമാറി. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു. വിവിധ മേഖലയിലെ ഭാരവാഹികളായ എം കുഞ്ഞി മുഹമ്മദ്, നൌഷാദ് കളപ്പാടൻ, സജിത നന്നേങ്ങാടൻ, ടി ബിനേഷ് കുമാർ, OP കുഞ്ഞി മുഹമ്മദ്, OK സുബൈർ, PA ബാവ, PTS മൂസു, E പ്രകാശ്, വിനോദ് P മേനോൻ, കണിയാടത്ത് ബഷീർ, നാസർ ടെക്നോ, അബ്ദുൽ ഹക്കീം ചങ്കരത്ത്, CB വലയിൽ, ലൗലി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ ട്രെയിനർ ഹക്കീം ചങ്കരത്ത്, അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷഹന എന്നിവരുടെ ക്ലാസുകളും നടന്നു. ശേഷം തിരൂർ ബീറ്റ്സിന്റെ ഗാനവിരുന്നും അരങ്ങേറി. ട്രഷറർ നീലിമ വേലായുധൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.